ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ. ഇതൊരു പെർമനൻറ്റ് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്. ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കെല്ലാം ഇത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓയിലി സ്കിന്നുകാർ എങ്ങനെയാണ് ഡ്രൈ സ്കിന്നുകാർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫൈനലിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, എത്രമാത്രം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ 100% റിസൾട്ട് ഇതെല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. പക്ഷേ ചില സമയത്ത് ചിലർക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടി വരും. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇതിന് പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്ട്സുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ എൻ്റെ കൈക്ക് വന്ന മാറ്റം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് തൊലി കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിലെന്തെങ്കിലും മരുന്നെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഗ്രേറ്റർ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ചെറിയ പീസസ് ആയിട്ട് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാണ്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഗ്രേറ്റർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ നീര് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിത് നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ എടുത്തതിന് ശേഷം അതിലൂടെ പിഴിഞ്ഞെടുക്കുകയാണ്. ഇനി അരിപ്പയിലൂടെ അരിച്ചെടുക്കണമെന്നൊന്നുമില്ല, പക്ഷേ അരിപ്പയിലൂടെ അരിച്ചെടുത്താലാണ് നമുക്കതിൻ്റെ തരികളൊന്നും ഇല്ലാണ്ട് നല്ല നീര് കിട്ടുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മിക്സിയിലിട്ട് ഇത് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഇത് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പറയുന്ന പോലത്തെ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാലോ ക്യാരറ്റ് നമ്മളെ സൗന്ദര്യവർദ്ധനത്തിന് അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പോൾ ഈ ക്യാരറ്റ് നീര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 1 ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കത് പോരാ, കടലപ്പൊടി അത്ര പോരാ കേട്ടോ. നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റിക്കായി നിൽക്കുന്ന രൂപത്തിലുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടൊന്ന് കലക്കി നോക്കുക. അതിനുശേഷം അത് ഒന്നും കൂടി നമുക്ക് 1 ടീസ്പൂണും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 1 ടേബിൾ സ്പൂണ് പിന്നെ 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻസി ഒരിക്കലും ഭയങ്കര ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്താൽ ഇതിങ്ങനെ ഒലിച്ചിറങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് കുറച്ച് ലൂസിലാണ് വേണ്ടത്, എന്നാലും അധികം ടൈറ്റായി പോകാനും പാടില്ല. ആ ഒരു രീതിക്ക് നമ്മൾ കടലപ്പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ടേൻ്റെ വെള്ളയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ കടലപ്പൊടി ഇട്ട് ആ ഒരു കൺസിസ്റ്റൻസി ലെവലാക്കി എടുത്തതിന് ശേഷം 1 മുട്ടയുടെ വെള്ള. അപ്പോൾ മുട്ട ഇട്ടുന്നതുകൊണ്ട് അതിനൊരു വൃത്തിയായിട്ട സ്മെല്ല് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. മുട്ട ഇതിലിട്ടിട്ടുണ്ടെന്നേ നിങ്ങൾക്ക് തോന്നില്ല. ഒട്ടും തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് വരില്ല. കാരണം ഇതിൽ ക്യാരറ്റ് ജ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് മുട്ടേൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഇതിലേക്ക് വരില്ല. അപ്പോൾ മുട്ടയും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. ഈ കടലപ്പൊടിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് മുൾത്താണി മിട്ടീൻ്റെ പൗഡറും കൂടിയും 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. അതായത് ഞാൻ 2 ടീസ്പൂൺ ഇട്ട സ്ഥാനത്ത് നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുൾത്താണി മിട്ടിയായിട്ട് ആഡ് ചെയ്യുക. അത് ഓയിലി സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. അവരെ എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ മുൾത്താണി മിട്ടി ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർ ഇതിലേക്ക് എന്താ പറയുക, പാൽ ആഡ് ചെയ്ത് കൊടുത്താലും അവർക്ക് നല്ലതാണ്. അതായത് ഇതിലിപ്പോൾ ഞാൻ പാലൊന്നും ആഡ് ചെയ്യുന്നില്ല, പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് എക്സ്ട്രാ ഇതിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് എക്സ്ട്രാ ഇതിൽ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. അവർക്ക് 2 പേർക്കും അത് ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടിയും എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെ നോർമൽ സ്കിന്നുകാർക്ക് ഏകദേശം എല്ലാ ഫേസ് പാക്കും സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഞാനത് മുട്ടയും കൂടി ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മുട്ടേൻ്റെ വെള്ളം നല്ലോണം ബീറ്റായിട്ട് നമ്മുടെ പാക്കിൽ കിട്ടണം കേട്ടോ. ഇനി അരമുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഈ അരമുറി ചെറുനാരങ്ങയും നമ്മുടെ ഈ ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ. അവരെ എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലി സ്കിന്നുകാർക്ക് ചെറുനാരങ്ങ പിഴിയുന്നതും നല്ലതാണ്, മുൾട്ടാണി മിട്ടിയിടുന്നതും നല്ലതാണ്.
അപ്പോൾ അതും കൂടി ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിങ് കറക്റ്റ് ആവണം. നമ്മുടെ കടലപ്പൊടീൻ്റെ എന്താ പറയുക, കടലപ്പൊടി അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ മുട്ട നന്നായിട്ട് ബീറ്റായി കിട്ടണം. പിന്നെ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞത് കൊണ്ട് നമ്മുടെ മുട്ടേൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ വരില്ല. ഞാനത് 100% ഉറപ്പ് തരാം. നിങ്ങൾക്ക് മുട്ടേൻ്റെ സ്മെല്ല് വരുന്നുള്ള പേടി ഒട്ടും വേണ്ട, ഒട്ടും തന്നെ മുട്ടേൻ്റെ സ്മെല്ല് വരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും നല്ല അടിപൊളി പാക്കാണിത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കൈയെല്ലാം നല്ല വൃത്തിയിൽ സോപ്പിട്ട് കഴുകിയിട്ടുണ്ട്. അതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് സോപ്പ് ഇട്ടിട്ടോ ഫേസ് വാഷ് ഇട്ടിട്ടോ നന്നായി കഴുകി തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ഫേസിൽ മൊത്തം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് കഴുത്തിലും എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ആവുകയെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം. നമ്മുടെ സ്കിന്നിൽ കിടന്ന് അത് കുറച്ച് നേരം നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 25 മിനിറ്റ് കൊണ്ട് ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകാനുള്ള വെള്ളമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ ഡ്രൈ ആയി കിട്ടും. അതായത് നമ്മുടെ മുഖത്തുനിന്നെല്ലാം ഇങ്ങനെ വലിഞ്ഞ് പിടിക്കുന്നത് പോലെ ഉണ്ടാവും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. സംസാരിച്ചാലും മുഖത്ത് ചുളിവുകൾ വീഴാൻ സാധ്യതയുണ്ട്. ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ സംസാരിക്കരുത്. സംസാരിക്കുന്നത് വലിയ നല്ലതല്ല, നമ്മുടെ സ്കിന്നിന് ദോഷമാണത്. അപ്പോൾ ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ വന്നിരിക്കുന്ന ഡിഫറൻസ്. ഇത് ഒറ്റ യൂസാണ്, അതായത് ഒറ്റ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത്ര റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർമനൻറ്റ് റിസൾട്ട് ആയിരിക്കും കേട്ടോ. ക്യാരറ്റ് ജ്യൂസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്, ഏകദേശം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ തുടച്ചതിന് ശേഷം 2 കൈയും വെച്ചിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ആഴ്ചയിൽ 3-4 പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാരറ്റ് ജ്യൂസ് എടുത്തതിന് ശേഷം ഇതുപോലെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നല്ലൊരു സൂപ്പർ റിസൾട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും എല്ലാം നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. അപ്പോൾ നിങ്ങളെ മുഖത്തിന് സൂട്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓയിലി സ്കിന്നുകാർക്ക് നമ്മുടെ ഈ മുൾട്ടാണി മിട്ടി എടുക്കുക. അതേപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതിൽ പാലും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവർക്ക് അതാണ് കുറച്ചും കൂടി നല്ലതായിട്ടുണ്ടാകുക. നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതേപോലെ തന്നെ മുഖത്തും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഫേസ് പാക്കാണ്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.